من لي برد جماح من غواياتها كما يرد جماح الخيل باللجوم من لي برد جماح من غواياتها. എന്റെ ശരീരത്തിന്റെ അബദ്ധസഞ്ചാരം മൂലമുള്ള അനുസരണക്കേടിനെ ഒന്ന് തടഞ്ഞു നിർത്തി എന്നെ നന്മയിലേക്ക് നയിക്കുന്ന ആരാണുള്ളത്? കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി, കുതിരയുടെ അനുസരണക്കേടിനെ തടഞ്ഞു നിർത്തപ്പെടുന്നത് പോലെ ബില്ലുജുമി, അതിന്റെ കടിഞ്ഞാണുകൊണ്ട്. കുതിരയുടെ യജമാനൻ കുതിര തനിക്ക് വഴങ്ങിക്കിട്ടാൻ വേണ്ടി കടിഞ്ഞാൺ പ്രയോഗിക്കുന്നത് പോലെ ആ സമയത്ത് കുതിര ഒതുങ്ങുന്നത് കാണാൻ കഴിയും. അതുപോലെ എൻ്റെ ശരീരത്തെ ഒന്ന് ഒതുക്കി നിർത്താൻ ആരാണ് എനിക്കുള്ളത്? അഥവാ നര വന്നിട്ടും എൻ്റെ ശരീരം അത് പരിഗണിക്കാതെ അതിൻ്റെ തോന്നിയ പോലെയുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി ആത്മീയ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ഒരു ആത്മീയ ഗുരുവിനെ എനിക്ക് വേണമെന്നാണ് കവി ഇവിടെ ആവശ്യപ്പെടുന്നത്. അഥവാ സ്വന്തം ശരീരത്തെ മെരുക്കി നിർത്തുക എന്നുള്ളത് ഏറ്റവും പണിപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലങ്ങൾ ഓഫർ ചെയ്തത്. പല വലിയ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയാറുണ്ടായിരുന്നത്രേ, ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയ യുദ്ധങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, ഏതാണ് നബിയെ വലിയ യുദ്ധങ്ങൾ? അപ്പൊ നബി തങ്ങൾ പറയുന്നതാണ്, അത് സ്വന്തം ശരീരത്തോടും അതുപോലെ തന്നെ സ്വന്തം ഹവകളോട്, ശരീരത്തിന്റെ ഇച്ഛകളോടും ചെയ്യുന്ന സമരങ്ങളാണ്, പോരാട്ടങ്ങളാണ്. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ക്ഷമിക്കാൻ കഴിയുന്നവനാണ്, സ്വന്തം ശരീരത്തോട് മല്ലിട്ടുകൊണ്ട് ക്ഷമ പാലിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം എനിക്കൊന്ന് മെച്ചപ്പെടുത്തണം, ഇതുവരെ നടന്ന അബദ്ധസഞ്ചാരത്തിൽ നിന്നൊക്കെ മാറി എനിക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് കവി ആഗ്രഹിക്കുകയാണ്.